നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് തവണ കമന്റ് ചെയ്തൊരു കാര്യമായിരുന്നു, നിങ്ങൾ ഇതുവരെ പോയ തിയേറ്ററുകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ടോപ്പ് 5 തിയേറ്റേഴ്സിന്റെ വീഡിയോ ചെയ്യണമെന്ന്. യെസ്, അതിന്റെ സമയം വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ആ ടോപ്പ് 5 തിയേറ്റേഴ്സിന്റെ പേരുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഇതേ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ ഒപ്പീനിയനുമായിട്ട് യോജിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്ത് അവരുടെ നാട്ടിലെ തിയേറ്റേഴ്സിന്റെ പേരൊക്കെയാണ് കമന്റ് ചെയ്തത്. നമ്മൾ ഇതുവരെ പോവാത്ത കുറെ തിയേറ്റേഴ്സിന്റെ പേരൊക്കെ ടോപ്പ് 5 കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ടോപ്പ് 5 സോർട്ട് ചെയ്തെടുത്തേക്കുന്നത്. യെസ്, അപ്പൊ നിങ്ങൾ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ കുറെ തിയേറ്റേഴ്സിന്റെ വീഡിയോ കിടപ്പുണ്ടല്ലേ. ഞങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്ത് പല തിയേറ്ററുകളിൽ പോയി സിനിമ കണ്ടിട്ട് ആ ഒരു തിയേറ്ററിന്റെ എക്സ്പീരിയൻസും സിനിമയുടെ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്, പിന്നെ ഇതൊരു ടെക്നിക്കൽ റിവ്യൂ അല്ല, ഒരിക്കലും അല്ല. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററുകളെ റാങ്ക് ചെയ്യാൻ ഞങ്ങളൊരു കൺസൾട്ടിങ് അതോറിറ്റി ഒന്നുമല്ല. ഇത് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഈ തിയേറ്ററുകളിലൊക്കെ പോയിട്ട്, തിയേറ്റർ എന്ന് പറയുമ്പോൾ തിയേറ്ററുകളുടെ ഇന്ന സ്ക്രീൻ അല്ലേ, ഒരു സ്പെസിഫിക് സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിൽ പോയി സിനിമ കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റാങ്ക് ചെയ്തതാണ് അല്ലേ. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇടയ്ക്ക് നമ്മുടെ KB ഗണേഷ് കുമാർ MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കേട്ടായിരുന്നു. അപ്പൊ അതിൽ അദ്ദേഹം തിയേറ്ററുകളുടെ പഴയ ഒരു സംസ്കാരത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. തിയേറ്ററിനുള്ളിൽ മറ്റേ എലിയും പൂച്ചയും ഒക്കെ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സംസ്കാരമായിരുന്നു തിയേറ്ററിന്റെ എന്നൊക്കെ അദ്ദേഹം പണ്ടത്തെ കാലത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രധാനമായിട്ട് ഈ തിയേറ്ററിൽ മൂട്ടക്കടി ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും, അതായത് ഫാമിലി ആയിട്ടൊന്നും സിനിമ കാണാൻ പറ്റത്തില്ല, സ്ത്രീകൾ തിയേറ്ററിനകത്ത് സുരക്ഷിതരായിരുന്നില്ല അല്ലെ. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം, ഇപ്പോഴത്തെ കാര്യമല്ല പഴയ കാര്യമാണ്, അദ്ദേഹം ആ പ്രസംഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ 2011 അദ്ദേഹം സിനിമാ മന്ത്രിയായിരുന്നു. അപ്പൊ തിയേറ്ററിന്റെ നവീകരണത്തിന്റെ കാര്യത്തിൽ വളരെയധികം മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രധാനമായിട്ടും എയർ കണ്ടീഷൻ ചെയ്യാത്ത തിയേറ്ററുകളിൽ സിനിമ കളിക്കാൻ കൊടുക്കത്തില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചത്, എല്ലാ തിയേറ്റേഴ്സ് ഈസിയായി. അതെ, ഒരുപാട് 2011 ഇപ്പൊ 2021 വരുമ്പോഴത്തേക്കും തിയേറ്ററിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമുക്കിപ്പോൾ ഇവിടെ 4DX എക്സ്പീരിയൻസ് വരെ നമുക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നുണ്ട്. IMAX ഇതുവരെയും വന്നിട്ടില്ല അല്ലേ. തിരുവനന്തപുരത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തിയേറ്ററുകളൊക്കെ നവീകരിച്ച് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ആക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട്. യെസ്, യു ഡിസേർവ് ബെറ്റർ അല്ലേ, അത് മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു കാലത്തും ഒരുപാട് തിയേറ്ററുകൾ 4K പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് പറ്റിക്കുന്നുണ്ട് അല്ലേ. ആ തിയേറ്ററുകളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടല്ലേ. അത് നമുക്ക് കമന്റ്സിലൂടെ കാണുമ്പോൾ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ നാട്ടിലെ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങളുടെ നിയർ ബൈ തിയേറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഫേവറേറ്റ്. പക്ഷേ നമുക്ക് അതേ ടിക്കറ്റ് ചാർജിൽ ഇവിടെ അതിനേക്കാളും കൂടിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതൊരു ഉദാഹരണമായിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആ ടോപ്പ് 5 തിയേറ്റേഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കർത്തവ്യത്തിലേക്ക് കടന്നേക്കാം അല്ലേ. ഞാനിവിടെ ഒരു ഫുൾ പേപ്പറിൽ വലിയൊരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 10-40 തിയേറ്ററുകളൊക്കെ പോയിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ഒരു തിയേറ്ററിൽ ഈ ഒരു സ്ക്രീൻ, ആ തിയേറ്ററിൽ ഇപ്പോൾ 2-3 സ്ക്രീനൊക്കെ കാണും. അതിലെ ഒരു സ്ക്രീനിലായിരിക്കും നമ്മൾ സിനിമ കണ്ടേക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സ്ക്രീനെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു റാങ്കിങ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് തിയേറ്ററുകളൊക്കെ മാറ്റാം. ഈ ലിസ്റ്റിലൊന്നും പെടാത്ത കുറച്ച് തിയേറ്ററുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പാൻ സിനിമാസ് ആലപ്പുഴയിലെ, പിന്നെ നമ്മുടെ എറണാകുളത്തെ ഷേണൈസ്, പിന്നെ JMAX പട്ടിമറ്റം. ഈ തിയേറ്ററുകളുടെ ഒരു കഥ നിങ്ങൾക്ക് അറിയാലോ. ഈ തിയേറ്ററുകളൊക്കെ നമ്മൾ സിനിമ കാണാനായിട്ട് പോയി, പക്ഷേ സിനിമ ഇല്ലാത്തതുകൊണ്ട് സിനിമ ക്യാൻസൽ ചെയ്തു. സിനിമ ഇല്ലാത്തതുകൊണ്ടല്ല, ആൾക്കാർ കാണാനില്ലാത്തതുകൊണ്ട് അവർ ഷോ ക്യാൻസൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 3 തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലേ. പക്ഷെ അവിടെ നമ്മൾ പോകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു 6 തിയേറ്ററുടെ ക്യാൻസൽ ചെയ്യും കേട്ടോ. 6 തിയേറ്റർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സത്യം സിനിമാസ്, പിന്നെ നമ്മുടെ IMAX അറിയാലോ, ജാസ് സിനിമാസ്, IMAX, പിന്നെ പലാസോ. ഇത് 3 നമ്മൾ ചെന്നൈയിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത തിയേറ്ററുകളാണ്. പിന്നെ ഫീനിക്സ് മാളിലെ PVR, പിന്നെ ഒബ്രിയോൺ ഈസ്റ്റ് മാളിലെ സിനിപോളിസ്, പിന്നെ നമ്മുടെ ഗോപാല സിനിമാസ്. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത തിയേറ്റേഴ്സ് ആയിരുന്നു. ഔട്ട് ഓഫ് കേരള ആയതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി. അപ്പൊ ആ ഒരു 6 തിയേറ്റർ നമ്മൾ മാറ്റുന്നു. പിന്നുള്ളത് PVR 4DX നമ്മൾ മാറ്റും അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റത്തില്ല. നമ്മുടെ ലുലു മാളിലാണ് നമ്മൾ 4DX എക്സ്പീരിയൻസ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഈ ഒരു എക്സ്പീരിയൻസ് കൂട്ടാൻ ഒരു അഭിപ്രായം ഉണ്ടല്ലേ. സ്ക്രീനിന്റെ വലിപ്പം ഒന്ന് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4DX ആ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ അതും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉണ്ടായിരുന്നു. ആ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നമ്മൾ സിനിമയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഇതിപ്പം എന്താ പറയാ, നല്ലതാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടി ഒന്ന് ആവായിരുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ST സിനിമാസ് കായംകുളം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുവാണ്. അതിനെ നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം അല്ലേ. തൽക്കാലം അതൊരു പുതിയ തിയേറ്റർ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി കുറച്ച് തിയേറ്റേഴ്സ്. അപ്പൊ അതിൽ തന്നെ ഞങ്ങൾ 3 കാറ്റഗറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒന്നാമത്തത് ആവറേജ് എക്സ്പീരിയൻസ്, പിന്നെ എബോ ആവറേജ് എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ ടോപ്പ് 5 അല്ലേ. അപ്പം ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയാ, കൊള്ളാം അല്ലേ, കേടില്ല, ആ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ലിസ്റ്റിലെ കുറച്ച് തിയേറ്റേഴ്സിന്റെ പേരുണ്ട്, ഒരു 9 തിയേറ്റർ ഉണ്ട്.
അത് പറയുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും അല്ലേ? പിന്നെ എടുത്തു പറയുന്നത് പിന്നെയും പറയുന്നത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാട്ടോ. അതെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ തിയേറ്റേഴ്സ് ഒക്കെ ഫേവറേറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ആദ്യം പറയാൻ പോകുന്ന തിയേറ്റർ പല ആൾക്കാരുടെയും ഫേവറേറ്റ് ആയിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് അതൊരു ആവറേജ് തിയേറ്റർ ആയിട്ടാണ് തോന്നിയത് അല്ലേ? അപ്പൊ നമുക്കിനി ആദ്യം തന്നെ പേരങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാലോ? ഇതെല്ലാം കേട്ടിട്ടേ മാമനോടൊന്നും തോന്നല്ലേ? പിന്നെ അറിയാലോ, നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ ഒരു ഒപ്പീനിയനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഒരു ബഹുമാനം, ആ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് ഈ പേരുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞില്ല അല്ലേ? അപ്പൊ ആദ്യം തന്നെ കോട്ടയംകാരൊന്നും ഞെട്ടും കേട്ടോ ഈ ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ. പക്ഷെ സത്യസന്ധമായിട്ട് ഈ ഒരു തിയേറ്ററിനെ പറ്റി കറക്റ്റ് ജെന്യൂനായിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതും കോട്ടയത്തെ ആൾക്കാർ തന്നെയാണ് കമന്റ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു അഭിപ്രായത്തെയും കൂടി മാനിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പേര് അങ്ങോട്ട് പറയാം. ഫസ്റ്റ് തിയേറ്റർ അഭിലാഷ് കോട്ടയം. ഞങ്ങൾക്ക് വളരെ ഒരു എന്താ പറയാ, ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പൊ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറെ തിയേറ്റേഴ്സ് ഉണ്ട്. ഈ അടുത്ത പേര് കേട്ട കൊല്ലംകാരൊന്നും ഞെട്ടും കേട്ടോ. അടുത്തത് ഉഷ സിനിമാസ് കൊല്ലം. യെസ്, അതും എന്താ പറയാ, കൊല്ലത്തൊരു പ്രമുഖ തിയേറ്റർ ആണ്. അതും ഞങ്ങൾക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തത് അനു അഭിനയ. അതില് നമ്മൾ അനുവിലാണ് പോയത്, അഭിനയില് പോയിട്ടില്ല. അനു തിയേറ്ററാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അത് നമുക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇനി അടുത്തത് കൊല്ലത്തുള്ള പ്രണവൻ. ഇതൊക്കെ കൊല്ലത്തെ പ്രമുഖ തിയേറ്റേഴ്സ് ആണ്, പല ആൾക്കാരുടെ ഫേവറേറ്റ് ആണ്. ഒരുപാട് പേര് കമന്റ് ചെയ്ത തിയേറ്റർ ആണ് കൊല്ലത്തെ പ്രണവ് തിയേറ്റർ അല്ലേ? അപ്പൊ അതും നമുക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധന്യ രമ്യ കൊല്ലവും ധന്യ രമ്യ പത്തനംതിട്ട. ഈ രണ്ട് തിയേറ്ററുകൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് രമ്യ തിയേറ്റർ ആയിരുന്നു. രണ്ടിടത്തെ ധന്യ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൊല്ലത്ത് തന്നെയുള്ള RP മാളിലെ സ്ക്രീൻ 2 ആണ്. സ്ക്രീൻ 2ന്റെ കാര്യം ഞങ്ങൾക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൊല്ലത്ത് ജെറോം നഗറിലുള്ള ജിമാക്സിലെ സ്ക്രീൻ 3 അല്ലേ? സ്ക്രീൻ 3യുടെ കാര്യമാണ്. പിന്നെ കരുനാഗപ്പള്ളിക്കാരുടെ സ്വന്തം HJ മാളിലെ കാർണിവൽ സിനിമാസിലെ സ്ക്രീൻ 3 ആണ്. സ്ക്രീൻ 3യുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു 9 തിയേറ്ററുകളാണ് നമുക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് തന്നത് അല്ലേ? ഈ പറഞ്ഞ 9 തിയേറ്റേഴ്സ്, അതായത് നമ്മൾ ആവറേജ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ 9 തിയേറ്റേഴ്സിലെ നമ്മൾ വെച്ച് നമുക്ക് ആവറേജ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നാൻ കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ടിന്റെ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിന്റെ സൈസ് ആയിരിക്കാം. അതൊക്കെ വെച്ചിട്ടാട്ടോ നമ്മൾ ആവറേജ് എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞത്. യെസ്, അപ്പൊ ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ തിയേറ്ററുകളൊക്കെ കണ്ടല്ലോ അല്ലേ? ആ തിയേറ്ററിനെ അല്ല പറഞ്ഞ, ആ തിയേറ്ററിലെ ആ ഒരു സ്ക്രീൻ. ഇപ്പം ചില തിയേറ്ററുകളിൽ 2-3 സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ സ്ക്രീൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ തിയേറ്ററിനെ നമ്മൾ മൊത്തത്തിൽ പറയുമല്ല അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് എബോ ആവറേജ്. ഈ എബോ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്വൽ വൈസും സൗണ്ട് വൈസും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? പക്ഷെ നമുക്ക് ടോപ്പ് 5ലേക്ക് ഇതിനെയൊന്നും പരിഗണിക്കാനും പറ്റത്തില്ല. ടോപ്പ് 5-നകത്ത് കുറെ കൊമ്പന്മാരുള്ളത് കൊണ്ട് തൽക്കാലം നമുക്ക് ഇവരെ അങ്ങോട്ട് അതിലേക്ക് കയറ്റാൻ പറ്റത്തില്ല. ഈ പറയുന്ന തിയേറ്ററുകൾ ഏകദേശം ഒരു 13 തിയേറ്റർ ഉണ്ട്. ഈ 13 തിയേറ്ററുകൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സൗണ്ട് കൊണ്ടും വിഷ്വൽ കൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ? യെസ്. അപ്പൊ ഇനി തുടങ്ങിയോ? ഇനി നമുക്ക് എബോവ് ആവറേജ് തിയേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ന്യൂ സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ. അതുപോലെ തന്നെ നമ്മുടെ എംലാ സിനിപ്ലക്സ് അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും ഓഡി 2 ആണ്. രണ്ടും ഓഡി 2 ആണ്. ഈ രണ്ട് തിയേറ്ററിന്റെയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ക്രീനാണ് അല്ലേ? ചെറിയ സ്ക്രീനാണ്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ്. സൗണ്ട് വൈസും വിഷ്വൽ വൈസും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഈ എംലാൽ സിനി പ്ലസ് ഹരിപ്പാട് ഉള്ളതാട്ടോ. എംലാൽ സിനി പ്ലസ് ഹരിപ്പാട്, അതുപോലെ തന്നെ നമ്മുടെ തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ ടാക്കീസ്. എല്ലാം സിനിമാസ് ചാത്തന്നൂർ. യെസ്, അവിടുത്തെ ഓഡി 1 അല്ലേ? അവിടുത്തെ ഓഡി 1 ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. MVP സിനിമാസ് ഓയൂര്. യെസ്, പക്ഷേ ഇവിടെ നമുക്ക് സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് നമ്മളവിടെ കണ്ടത് അജയചാന്ദ്രായിരുന്നു സിനിമ. അപ്പൊ ആ ഒരു സിനിമയുടെ കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത്. എങ്കിലും ഓവറോൾ അവിടുത്തെ സൗണ്ട് ഡീസന്റ് ആണെന്ന് പറയാല്ലേ? യെസ്. ഇനി അടുത്ത JB സിനിമാസിലെ ഓഡി 2 ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഓഡി 1 ആണ് മെയിൻ സ്ക്രീൻ അല്ലേ? പക്ഷെ എന്നിരുന്നാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ലില്ല എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഇത്രയും നല്ലൊരു തിയേറ്റർ പണിഞ്ഞ അതിന്റെ മുതലാളിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്ത ഐനോക്സ്. യെസ്, നമ്മുടെ ശോഭ സിറ്റി മാളിലെ ഐനോക്സ് തൃശ്ശൂരുള്ള അവിടുത്തെ സ്ക്രീൻ 3 ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൊട്ടാരക്കരയിലുള്ള മിനർവ എംപയർ ആണ് സ്ക്രീന്. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആലപ്പുഴയിൽ നമ്മൾ പോയി കണ്ട കൈരളി ശ്രീ. യെസ്, അതിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെന്റ് തിയേറ്റർ ആണ്. അവിടെ ടിക്കറ്റ് റേറ്റും കുറവാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ക്രീൻ അത്യാവശ്യം വലിയ സ്ക്രീൻ ആയിരുന്നു. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. സൗണ്ട് നല്ലതായിരുന്നു അല്ലേ? പിന്നെ പാർത്ഥസാരഥി. യെസ്, നമ്മുടെ കൊല്ലത്തെ പാർത്ഥസാരഥി. പിന്നെ PVR കൃപ. അവിടുത്തെ സ്ക്രീൻ 1 ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഏരീസ് പ്ലസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് നെറ്റി ചുളിക്കുമായിരിക്കും. പക്ഷെ അത് ഓഡി 5 ആണ്. നമ്മളന്ന് സ്പൈഡർമാൻ കാണാൻ പോയ ഓഡി 1 അല്ല, ഓഡി 5 ആണ്. യെസ്. അത് കഴിഞ്ഞിട്ട് PVR ലുലു സ്ക്രീൻ 1 അല്ലേ? PVR ലുലുവിലെ സ്ക്രീൻ 1 നമ്മുടെ ലുലു മാളിലെ സ്ക്രീൻ 1 നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തായ്ലക്ഷ്മി അറിയാലോ? പുനരൂരുള്ള തായ്ലക്ഷ്മിയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5ലേക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു തിയേറ്റർ ആണ്. പക്ഷേ നമ്മുടെ കൊമ്പന്മാരുമായിട്ട് അങ്ങോട്ട്
കൊട്ടാൻ കഴിവുള്ളൊരു തിയേറ്റർ ഒക്കെ തന്നെയാണ്. പക്ഷേ പോരാട്ടമൊക്കെയാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് 6 കൊടുക്കാം അല്ലേ. താരലക്ഷ്മി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 13 തിയേറ്ററാണ് നമുക്ക് എബോ ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയത്. അതായത് സൗണ്ട് വൈസും വിഷ്വൽ വൈസും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയും തിയേറ്റർ അല്ലേ. അപ്പം ഇനിയാണ് നമ്മുടെ ടോപ്പ് 5. നമ്മുടെ ടോപ്പ് 5 5 കോമ്പന്മാർ ഇറങ്ങാൻ പോകുന്നത്. 5 അല്ല കേട്ടോ, ഓരോ സ്റ്റേജിലും ഒന്നിലധികം തിയേറ്റേഴ്സ് വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 തിയേറ്റേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനത്ത് ഒന്നിലധികം തിയേറ്റേഴ്സ് വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതങ്ങോട്ട് പറയാം അല്ലേ. നമുക്ക് പുറകിൽ നിന്ന് പറഞ്ഞു കേട്ടോ. 5 4 3 2 1 അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ ടോപ്പ് 5 പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാറ്റഗറീസ് ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ തിയേറ്ററുകൾ അങ്ങോട്ട് തരംതിരിക്കാൻ പറ്റൂ. ഇനി പറയാൻ പോകുന്ന തിയേറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഈ ടോപ്പ് 5 റാങ്കിങ്ങിൽ പറയുന്ന തിയേറ്ററുകൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് വിഷ്വൽ വൈസും സൗണ്ട് വൈസും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് വെച്ചാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാറ്റഗറി തൽക്കാലം ഇതിനകത്ത് മാറ്റുവാണ് അല്ലേ. ഈ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെട്ട തിയേറ്ററുകളൊക്കെ അടിപൊളിയാണ്. സൗണ്ട് വൈസും വിഷ്വൽ വൈസും അടിപൊളിയാണ്. അപ്പൊ എന്തൊക്കെയാണ് കാറ്റഗറി എന്നുള്ളത് പറയാം. അപ്പേ നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു തിയേറ്ററിലേക്ക് പോവാണ്. ഈ ഒരു റാങ്കിങ്ങിൽ വരുന്ന തിയേറ്ററുകളിലേക്ക് പോവാണേ. അപ്പൊ നമ്മൾ കാറുമായിട്ടായിരിക്കും പോകുന്നത് അല്ലേ. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ കാർ നമുക്ക് അവിടെ കൊണ്ടുപോയി വൃത്തിയായിട്ട് പാർക്ക് ചെയ്യണം അല്ലേ. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. നമ്മുടെ കാർ സേഫ് ആയിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് പാതി ഒരു ആശ്വാസം. യെസ്. അപ്പൊ പാർക്കിംഗ് ആണ് ഞങ്ങളുടെ ആദ്യത്തെ കാറ്റഗറി അല്ലേ. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ തിയേറ്ററിനകത്തോട്ട് കയറുമ്പോൾ എന്താണ് കാണുന്നത്? നമ്മുടെ ഇന്റീരിയറിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്ലസന്റ് ഫീലിംഗ് കിട്ടുവാണെങ്കിൽ ഒരു പാതിയും കൂടെ കംപ്ലീറ്റ് ആയി. യെസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റീരിയർ ആണ്. അതായത് തിയേറ്ററിനകത്തേക്ക് കയറി കഴിയുമ്പോൾ എന്റെ മോനെ അങ്ങനെ തോന്നണം അല്ലേ. ഇപ്പൊ നമ്മൾ വീടൊക്കെ വെക്കുവാണെങ്കിൽ ഇപ്പം എല്ലാവരും തന്നെ ഇന്റീരിയർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ നമ്മളൊരു തിയേറ്ററിനകത്തേക്ക് കയറുമ്പോൾ ആ ഒരു നല്ലൊരു ഫീല് കിട്ടുവാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ. യെസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി ഇന്റീരിയർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിയേറ്ററിന്റെ സീറ്റിൽ പോയിരിക്കും അല്ലേ. അപ്പൊ സീറ്റിന്റെ കംഫർട്ടബിലിറ്റി ആണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി. അതെ, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് റിക്ലൈൻ ചെയ്തൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ഈ ഒരു റിക്ലൈൻ ഒരു ലെവൽ ഉണ്ട് കേട്ടോ, അറിയാലോ. ഇപ്പൊ ചില തിയേറ്ററുകളൊക്കെ നമുക്ക് റിക്ലൈൻ കൂടുതലായിരിക്കും. നമ്മളിങ്ങനെ ഒരുമാതിരി കിടന്നൊക്കെ ഒരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ചില തിയേറ്ററുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ താരലക്ഷ്മിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സീറ്റൊക്കെ അവിടുത്തെ സീറ്റൊക്കെ അടിപൊളിയാട്ടോ. അതൊന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ എന്തായാലും അതാണ് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി. പിന്നെ നമുക്ക് വേറെ പിന്നെ സൗണ്ടും വിഷ്വലുമാണ് പിന്നെ പ്രധാനമായിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി എല്ലാ തിയേറ്ററും അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് നമുക്ക് അഞ്ചാമത്തെ തിയേറ്റർ പറയാം അല്ലേ. അപ്പൊ അഞ്ചാമത്തെ തിയേറ്റർ ഏതാ? വനിതാ വിനീത. യെസ്, നമ്മുടെ എടപ്പള്ളിയിലുള്ള വനിതാ വിനീത തിയേറ്റർ ആണ്. RGB ലേസർ പ്രൊജക്ടർ ആണ്. എന്തുകൊണ്ടാണ് വനിത അഞ്ചാമതായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇന്റീരിയറും സീറ്റിന്റെ കംഫർട്ടബിലിറ്റിയും വെച്ചിട്ടാണ് നമ്മൾ അതിനെ 5ലേക്ക് തള്ളിയത് അല്ലേ. ഇപ്പൊ വിഷ്വൽ വൈസ് സൗണ്ട് വൈസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വനിതാ വിനീത അടിപൊളിയാണ് അല്ലേ. പിന്നെ RGB ലേസർ പ്രൊജക്ടറിന്റെ ആ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് അടിപൊളിയാട്ടോ. പിന്നെ അവിടെ താരതമ്യേന ചെറിയ സ്ക്രീൻ ആണ് അല്ലേ. ഈ ഒരു ബാക്കിയുള്ള തിയേറ്ററിൽ വെച്ച് നോക്കുമ്പോൾ സ്ക്രീനിന്റെ വലിപ്പം കുറച്ച് കുറവാണ്. യെസ്. അപ്പൊ ഇനി അടുത്ത നാലാമത്തെ പൊസിഷൻ ആറ്റിങ്ങൽ ഡ്രീംസ്. യെസ്, നമ്മൾ സ്ക്രീൻ 2ഉം സ്ക്രീൻ 3 എക്സ്പീരിയൻസ് ചെയ്തതാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണല്ലേ. അവിടെ എടുത്തു പറയേണ്ടത് ആ സീറ്റിംഗിന്റെ കംഫർട്ടബിലിറ്റി തന്നെ എടുത്തു പറയേണ്ടത്. യെസ്, അതിന്റെ ഒരു അറേഞ്ച്മെന്റും എന്താ പറയാ ഒരു വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ആറ്റിങ്ങൽ ഡ്രീംസ് എന്ന് പറയുന്നത്. പിന്നെ ആറ്റിങ്ങൽ ഡ്രീംസിന്റെ പാർക്കിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ ഡീസന്റ് ആണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇന്റീരിയർ എനിക്ക് തോന്നുന്നു ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നില്ലേ. മൊത്തത്തിൽ ഒരു ബ്ലാക്ക് മയമായതുകൊണ്ട് അതിന്റെ ഇന്റീരിയർ നമ്മൾ ശരിക്കും അങ്ങോട്ട് കണ്ടിട്ടില്ല. അവിടെ നമ്മൾ എപ്പോ പോയാലും ലൈറ്റ് ഇടാറില്ല, ഇട്ട് തരാറേ ഇല്ല അവര്. ഓക്കെ, അപ്പൊ എന്തായാലും നാലാമത്തെ പൊസിഷനിൽ ആറ്റിങ്ങൽ ഡ്രീംസ് ആണ്. ഇനി മൂന്നാമത്തെ. ഈ പേര് പറയുമ്പോഴേ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് നെറ്റി ചുളിക്കും. ഇതിനെ എന്തുകൊണ്ട് നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞില്ല എന്ന് പലരും ചോദിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതിന് അതിൻ്റെതായ കാരണമുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ആ പേരങ്ങോട്ട് വായിച്ചോ. തൃശ്ശൂർ രാഗം. യെസ്, മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂർ രാഗമാണ്. എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂർ രാഗം വന്നു അല്ലേ? ഒന്നാമത്തെ കാരണം പാർക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ 2 തവണ പോയപ്പോഴും ഞങ്ങൾ വെളിയിൽ തിയേറ്ററിന്റെ പുറത്ത് കട്ട പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നമ്മളെ മെയിൻ ഒരു വഴിയാണ്. അവിടെ നമുക്ക് പാർക്ക് ചെയ്ത് അങ്ങനെ അധിക സമയം വെയിറ്റ് ചെയ്യാനും പറ്റില്ല. അവരെന്തായാലും ഒരു ഷോ കഴിഞ്ഞ് അതിനകത്ത് ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ അകത്ത് കയറ്റൂ. അത്രയും സമയം നമ്മൾ പുറത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. യെസ്, അപ്പൊ അതുകൊണ്ടാണ് തൃശ്ശൂർ രാഗം. അത് മാത്രമല്ല, പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇംപ്രസ് ആയിട്ടില്ല അല്ലേ. പിന്നെ ബാൽക്കണിയിലുള്ള സീറ്റ് നല്ലതാണ്, പക്ഷെ താഴത്തെ സീറ്റും അത്ര കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് തൃശ്ശൂർ രാഗം പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനം. ഇത് 3 പേരുണ്ട് കേട്ടോ. യെസ്, അത് ഭയങ്കര കട്ട കോമ്പറ്റീഷൻ കേട്ടോ. അത് ആദ്യത്തെ ഏത് തിയേറ്റർ പറയണം? ഓർഡർ തന്നെ പറഞ്ഞു.
ആദ്യത്തെ തിയേറ്റർ ഈ 2ാം സ്ഥാനത്തുള്ള 3 പേരിലെ ആദ്യത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പുറയിലുള്ള ആശീർവാദ് സിനിപ്ലസ്. യെസ്, മോസ്റ്റ് അണ്ടർ റേറ്റഡ് തിയേറ്റർ ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തിയേറ്റർ കേട്ടോ. സൗണ്ട് വൈസും വിഷ്വൽ വൈസും സീറ്റും വളരെയധികം നല്ലൊരു തിയേറ്ററാണ് ഈ കടപ്പുറയിലുള്ള ആശീർവാദ് സിനിപ്ലക്സ്. അവിടെയുള്ള ആൾക്കാർ ഈ തിയേറ്ററിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ആശീർവാദ് സിനിപ്ലക്സ് കടപ്പുറ. അവിടുത്തെ ഇന്റീരിയർ നല്ലതാണ്, സീറ്റ് നല്ലതാണ്. അവിടുത്തെ സൗണ്ട് ക്വാളിറ്റി എന്റെ പൊന്നു ഒരു രക്ഷയില്ല, പറയാൻ പറ്റത്തില്ല. അതെ, പിന്നെ എന്തുകൊണ്ട് 2ാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ 1ാം സ്ഥാനത്തുള്ള തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2ാം സ്ഥാനത്തേക്ക് തന്നെ നിർത്തേണ്ടി വരും അല്ലെ. യെസ്. ഇനി 2ാം സ്ഥാനത്തുള്ള 2ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ശ്രീ കാളിദാസ് മൾട്ടിപ്ലക്സ്. യെസ്, RGB ലേസർ പ്രൊജക്ടർ ആണ്. പ്രൊജക്ഷൻ ഒന്നും ഒരു രക്ഷയില്ല. സ്ക്രീനിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് അല്ലേ. അപ്പം സൗണ്ടും വിഷ്വലും അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. പിന്നെ അവിടെയും വരുന്നത് സീറ്റിംഗ് ആണല്ലേ. ഏറ്റവും പുറകിലത്തെ ആ ഒരു സോഫാസിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ പൊതുവെ ഇരിക്കുന്ന നമ്മുടെ ജനറൽ സീറ്റ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തൽക്കാലം 2ാം സ്ഥാനത്തേക്ക് SKM നിർത്തേണ്ടി വരും അല്ലേ. പിന്നെ 3ാമത്തെ തിയേറ്റർ, ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വികാരമാണ്. ഒരു സമയം വരെ കേരളത്തിലെ നമ്പർ 1 തിയേറ്റർ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലേ ആ തിയേറ്ററിനകത്ത്. അപ്പൊ ആ തിയേറ്ററിന്റെ പേരങ്ങോട്ട് പറഞ്ഞു. യെസ്, നമ്മള് ഈ റീസെന്റ് ആയിട്ട് ചെയ്ത് നമ്മള് പോയിട്ട് നമ്മുടെ ഫാന്റാസ്റ്റിക് ബീറ്റ്സ് കണ്ടല്ലേ. അത് തിയേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. ഭയങ്കര വലിയ തിയേറ്റർ ആണ്. അറിയാലോ, 64 ചാനൽ ഡോൾബി അറ്റ്മോസ്, പിന്നെ എന്താ പറയാ അല്ലേ, അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ ഉള്ള തിയേറ്റർ ആണ്. പിന്നെ എന്തുകൊണ്ട് ഏരീസ് ഫ്ലെക്സ് 2ാം സ്ഥാനത്തേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് സ്പേസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് അല്ലേ. പിന്നെ കയറി കഴിയുമ്പോഴത്തേക്കും ഇന്റീരിയറിന്റെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ അത്ര ഇംപ്രസീവ് അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റിന്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നമുള്ളത് കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരീസ് ഫ്ലെക്സിന്റെ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ആ തിയേറ്ററിന്റെ സ്ക്രീൻ കാണിക്കുന്ന ഒരു സമയത്ത് ഈ സീറ്റ് നമ്മളിങ്ങനെ റിക്ലൈൻ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മറ്റേ മണിച്ചിത്രത്താഴിന്റെ ഡോർ തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ പറ്റും. അങ്ങനെ പല സീറ്റുകൾ നമ്മൾ റിക്ലൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു എന്നൊരു സൗണ്ട് ഉണ്ടല്ലേ, മറ്റേ വിചാരിക്കാത്ത എണ്ണ ഇടാത്തൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഏരീസ് ഫ്ലെക്സിലെ പല സീറ്റിൽ നിന്ന് കേൾക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്പീക്കേഴ്സിനകത്ത് പല സ്പീക്കേഴ്സിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്ര ഫീൽ ചെയ്തില്ലല്ലേ. സൗണ്ട് വൈസും വിഷ്വൽ വൈസും നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു സീറ്റിന്റെ ഒരു കംഫർട്ടബിലിറ്റി വെച്ചിട്ടാണ് ഏരീസ് ഫ്ലെക്സ് OD1 ഇപ്പൊ 2ാം സ്ഥാനത്തേക്ക് നിർത്തിയത് അല്ലേ. പിന്നെ തിയേറ്റർ ഇപ്പോൾ റെനോവേറ്റ് ചെയ്തിട്ട് ഒരു 6-7 കൊല്ലം ആയി തോന്നുന്നുണ്ടല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ പണി ഉടനെ തുടങ്ങുന്നുണ്ടല്ലേ, ഇതിന്റെ റെനോവേഷൻ വർക്കൊക്കെ ഉടനെ തുടങ്ങുന്നൊക്കെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. സത്യം എന്താണെന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഏരീസ് ഫ്ലെക്സ് റെനോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ടോപ്പ് 1ലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും 5ഉം 4ഉം 3ഉം 2ഉം പറഞ്ഞു. ഇപ്പൊ 1ാമത്തെ തിയേറ്റർ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും അല്ലേ. അപ്പം നമുക്ക് പറഞ്ഞേക്കാം അല്ലേ. അപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഇതുവരെ ഒരു 10-40ഓളം തിയേറ്റർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിൽ തന്നെ നമ്മൾ 4DX എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് അൾട്ടിമേറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന നമ്മുടെ IMAX ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇത്രയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഈ ഒരു 10-40 തിയേറ്ററുകളിൽ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരേ ഒരു തിയേറ്റർ ആണ്. ഏതാണ്? അപ്പൊ എല്ലാം കൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൊല്ലത്തെ പാരിപ്പള്ളിയിലുള്ള രേവതി സിനിമാക്സ്. യെസ്, നമ്മുടെ രേവതി സിനിമാക്സ് ആണ് ഞങ്ങളുടെ റാങ്കിങ്ങിലെ ടോപ്പ് 1ൽ നിൽക്കുന്നത്. എന്താ പറയാ, തിയേറ്ററിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും അതിവിശാലമായ പാർക്കിംഗ്, ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ ഭയങ്കര ലുക്കാണ്. പിന്നെ പുതിയ തിയേറ്ററാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രീൻ 1ലേക്ക് കയറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അല്ലേ. ആ ഒരു ഇന്റീരിയർ കയറുമ്പോഴത്തേക്കും നമുക്ക് വാവ് എന്റെ മോനെന്ന് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററുകളിൽ എപ്പോഴും പോകാൻ ആഗ്രഹം തോന്നുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ രേവതി സിനിമാക്സിലെ OD1 ആണ് അല്ലേ. പിന്നെ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ, അതായത് RRR, പിന്നെ നമ്മുടെ KGF ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും കിട്ടുന്നത്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് രേവതി സിനിമാക്സിൽ പോയപ്പോഴാണ് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ റാങ്ക് 1ലേക്ക് ഇട്ടത്. അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ 1.5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ലിസ്റ്റൊക്കെ ഒന്ന് പുതുക്കും അല്ലേ. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ തിയേറ്റർ ലിസ്റ്റിലേക്ക് യെസ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു സംശയത്തിന് ഉത്തരം കിട്ടിയല്ലോ. ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നെ പറഞ്ഞല്ലോ, ഇതൊരു ടെക്നിക്കൽ റിവ്യൂ അല്ല, പിന്നെ ഇത് റാങ്ക് ചെയ്യാനായിട്ട് നമ്മളൊരു കൺസൾട്ടന്റ് ഏജൻസി ഒന്നും അല്ല അല്ലേ. ഇത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി നൽകിയ തിയേറ്ററുകളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഒരു സാധാരണക്കാരുടെ ലെവലിൽ വെച്ചിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഇപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു, അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കംഫർട്ടബിലിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം അല്ലേ. അപ്പൊ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ മൊത്തം നോക്കിയിട്ട് അടുത്ത് കുറേ തിയേറ്റേഴ്സിന്റെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് നിർത്തിയേക്കാം അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഇനി ഒരു 1.5 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ടോപ്പ് 5 ചെയ്യുന്നതായിരിക്കും.
അപ്പൊ അതിലേക്ക് ഇനി കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള തിയേറ്റേഴ്സ് ഒക്കെ ആഡായി വരട്ടല്ലേ. അങ്ങനെ ആ ലിസ്റ്റിലേക്ക് ഓരോ തിയേറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്കുള്ള തിയേറ്റേഴ്സിന് പേര് ഇങ്ങനെ കമന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വിളിച്ച് അവസാനിപ്പിച്ചേക്കാം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.